ജപ്പാനും ചൈനയും തമ്മിൽ ഉടനെ ഒരു യുദ്ധമുണ്ടാകുമോ? ചൈന ഉറപ്പായിട്ടും തായ്വാനെ ആക്രമിക്കാൻ നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ജപ്പാൻ എന്താണ് ചൈനയുമായിട്ട് ജപ്പാനോടുള്ള പ്രശ്നം ഇപ്പോൾ ഒരു യുദ്ധം ആസന്നമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ജപ്പാനും ചൈനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. തായ്വാൻ വിഷയത്തിൽ ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ നേർക്കുനേർ വന്നിരിക്കുന്നത്. ഏഷ്യയിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള സംഘർഷം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തായ്വാനെതിരെ ചൈന സൈനിക നടപടി സ്വീകരിക്കുമോ, ഉപരോധം ഏർപ്പെടുത്തുകയോ ചെയ്താൽ ജപ്പാൻ പ്രതികരിക്കാൻ നിർബന്ധിതരാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തക്കായിച്ചിയുടെ പ്രസ്താവനയാണ് ഈ സംഘർഷത്തിന്റെ മൂലകാരണമെന്ന് പറയുന്നത്. ഈ പ്രസ്താവനയെ നേരിട്ടുള്ള വെല്ലുവിളിയായി കണക്കാക്കി ചൈന വളരെ ആക്രമണാത്മകമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. ചൈനയിലെ ഒസാക്ക കോൺസൽ ജനറൽ ഷു ജിയാങ് പ്രധാനമന്ത്രി തക്കായിച്ചിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അക്രമാസക്തമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചതോടെ വിവാദം വളരെയധികം കനത്തു. തക്കായിച്ചിയുടെ വൃത്തികെട്ട തല വെട്ടിമാറ്റണം എന്ന് പോലും അദ്ദേഹം എഴുതി. പോസ്റ്റ് പിന്നീട് ഇല്ലാതായെങ്കിലും ആ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. തായ്വാൻ വിഷയത്തിൽ ചൈനയുടെ ഭീഷണിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സാമ്പത്തിക പ്രതികാര നടപടികൾക്ക് പുറമെ തായ്വാനുള്ള ചൈനയുടെ ഏകീകരണ ശ്രമങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടാൽ പരാജയം നേരിടേണ്ടി വരുമെന്ന് ചൈന ജപ്പാനെ പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭീഷണിയെ തുടർന്ന് ജപ്പാനിലേക്കുള്ള യാത്രയ്ക്ക് ചൈനയും ഒരു സുരക്ഷാ ഉപദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള സുരക്ഷാ അപകടങ്ങൾ ഉള്ളതിനാൽ ജപ്പാനിലേക്ക് യാത്ര ചെയ്യില്ലെന്ന് അവർ തങ്ങളുടെ പൗരന്മാർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് ജാപ്പനീസ് സമ്പദ് വ്യവസ്ഥയിൽ പെട്ടെന്ന് സ്വാധീനം ചെലുത്തി. തൽഫലമായി ടൂറിസം, റീറ്റെയിൽ മേഖലകളുടെ കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞു. പ്രതിവർഷം ഏകദേശം 7.5 ദശലക്ഷം ചൈനീസ് വിനോദസഞ്ചാരികൾ ജപ്പാൻ സന്ദർശിക്കുന്നതിനാൽ ചൈനയിൽ നിന്നുള്ള ഈ മുന്നറിയിപ്പ് ടോക്കിയോയ്ക്ക് വലിയ സാമ്പത്തികമായിട്ടുള്ള ആഘാതവും നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. എന്തായാലും ജാപ്പനീസ് നിയന്ത്രണത്തിലുള്ള മറ്റൊരു ദ്വീപ് ചൈന അവകാശപ്പെട്ടതോടുകൂടി ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ കനത്തു. ചർച്ചകളിലും പ്രസ്താവനകളിലും മാത്രമായിരുന്നില്ല ഈ പിരിമുറുക്കം. ജപ്പാൻ നിയന്ത്രിക്കുന്ന, എന്നാൽ ചൈന തങ്ങളുടെ പ്രദേശമായി കണക്കാക്കുന്ന തർക്കദ്വീപുകൾക്ക് സമീപം ചൈന തങ്ങളുടെ 4 സായുധ തീരസംരക്ഷണ കപ്പലുകൾ അയച്ചുകൊണ്ട് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ജപ്പാൻ സമ്പദ് വ്യവസ്ഥ അടക്കം ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.